വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയ കറുപ്പ് കടല വെച്ചിട്ടൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വെള്ളക്കടല അല്ല കേട്ടോ, ചെറിയ കറുപ്പ് കടല കൊണ്ടാണ് നമ്മൾ സ്റ്റൂ ചെയ്യുന്നത്. അപ്പത്തിനും ഇടിയപ്പം അതുപോലെ തന്നെ പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ സ്റ്റൂ. അതുപോലെ തന്നെ നമ്മൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർക്കാം. നമ്മൾ അതിൽ ഈസ്റ്റോ സോഡ പൗഡറോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ അപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ വിട്ടുപോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഇതിനായിട്ട് കടല നമ്മളൊരു ഓവർനൈറ്റ് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ അത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമുക്കിത് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കണം. കുക്കറിൽ നമുക്ക് കടല വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും അതുപോലെ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തത്, നീളത്തിലരിഞ്ഞത്. അതും അതുപോലെ തന്നെ പച്ചമുളക് 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അത് നീളത്തിലരിഞ്ഞത്, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ്സൊക്കെ വെള്ളം മതി, അതും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നമ്മൾ കടല വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കടല ഇത് കണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഈ ഒരു തേങ്ങയുടെ മുറിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിന് 2ാം പാലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ചിരവിയതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. കടല വെന്ത് കഴിയുമ്പോൾ വെള്ളം കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു മുറിയിൽ നിന്ന് എടുത്ത തേങ്ങാപ്പാൽ ഉണ്ടല്ലോ, അതെടുത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ 2ാം പാലായിട്ടൊന്നും ആ തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം തേങ്ങാപ്പാൽ എടുത്താൽ മതി. അത് ചേർത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് പിന്നെ ഒരു 1/2 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കടല സ്റ്റൂ തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.